നമസ്കാരം. അബാക് മീഡിയയിൽ ഇനി കുറച്ച് ആനക്കാര്യങ്ങളാണ്. ഇത് തെച്ചിക്കോട്ടോ ഭഗവതിയുടെ സ്വയംഭൂവാ. തെച്ചിക്കോട്ടോ ഭഗവതിയുടെ പോലെ. അപ്പൊ ആ ആന വളർന്നു വരുന്ന നമുക്ക് അത് സന്തോഷമല്ലേ. ഇനി എത്ര കാലം കഴിഞ്ഞാലും രാമനെ നമ്മളറിയും. ഒരു വടിക്കുമ്പോ ഒരു വടിക്കാതെ അവനെ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആനയ്ക്ക് ബാലൻസുണ്ട്, ആനപ്പാപ്പാന്മാർക്ക് ബാലൻസുണ്ട്. ഇവര് തമ്മിൽ കൂട്ടി അടിച്ചിട്ടുള്ള കളികളാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആനയാണ് ആന. പറഞ്ഞപ്പോ എല്ലാ ആനകളോടും ഇഷ്ടം. നമുക്ക് ഒരാനെ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാം മൃഗമല്ലേ. അയ്യപ്പൻ ചരിച്ചപ്പം പോയി കാണണം തോന്നിയില്ല? എനിക്ക് കാണാൻ തോന്നിയില്ല. നമസ്കാരം. അബാക് മീഡിയയിൽ ഇനി കുറച്ച് ആനക്കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് എരുമയൂർ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ നമസ്കാരം. മണിച്ചേട്ടൻ ഇപ്പോൾ ഉള്ളത് പാർത്ഥസാരഥിക്കൊപ്പമാണ്. പൂത്രകോവിൽ പാർത്ഥസാരഥി. എത്ര നാളായി പാർത്ഥസാരഥി കയറിയിട്ട്? ഇതുപോലെ ഇപ്പോ 4-5 വർഷത്തോളമായി. ഇപ്പോൾ ഉണ്ട്. ഇപ്പം നീരിൽ കെട്ടിയിരിക്കുകയാണ്. എന്താണ് ഇവന്റെ വിശേഷങ്ങൾ? ആനയെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ആനെ കൂടെ കലാപമൊന്നുമില്ല, നല്ലൊരു ആനയല്ലേ. അല്ല, ഇയാള് ബീഹാറിൽ നിന്ന് വന്നാണ്. ബീഹാർ ആനയാണ്. കണ്ടു കഴിഞ്ഞാൽ നാടനാന്റെ ഇതാണ്. ഓക്കെ ചേട്ടാ, ഇപ്പം മണിച്ചേട്ടനോട് സംസാരിക്കുമ്പോൾ രാമനിൽ തുടങ്ങണം എന്നുള്ളതാണ്. 18 വർഷക്കാലം രാമനെ വഴി നടത്തി. അതായത് രാമന്റെ നല്ല കാലത്താണത്. നല്ല കാലമാണ്. രാമനിൽ കയറിയ കാലം തൊട്ട് രാമനിൽ നിന്ന് ഇറങ്ങിയ കാലം വരെ രാമനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? രാമൻ, ഞാൻ പോണ കാലത്ത് ആന അഴിക്കുന്ന സമയത്ത് ആനയ്ക്ക് മതപ്പാടിൻ്റെ കാലഘട്ടമൊന്നും ആയിട്ടില്ല. മുടയിലാണ് ഞാൻ ആന അഴിക്കുന്നത്. ആന അഴിച്ച് അന്ന് ചെറിയ ചെറിയ വിക്രസങ്ങളൊക്കെ ഒപ്പിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആനയുടെ. അന്ന് ആന ഇതായി ഓരോ പല പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ പോയി ആന അഴിച്ച് പിന്നെ പരിപാടികളൊക്കെ എടുത്തു തുടങ്ങി. അന്നൊന്നും ആനയ്ക്ക് പേരും പെരുമയൊന്നും ഇല്ല. ആനയെ കണ്ട എല്ലാവർക്കും പേടിയായിരുന്നു. ഒരാന അങ്ങനെയുള്ളു. പിന്നെ നമ്മുടെ രീതിക്ക് വന്നു. ആന ഒരാനയായി, പേരായി. അന്ന് ഈ 18 കൊല്ലം രാമനൊപ്പം നടക്കുമ്പോൾ, രാമനെ വഴി നടത്തുമ്പോൾ ചിന്തിച്ചിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയായി മാറാൻ പോവുകയാണ്? പിന്നെന്താ, സംശയമില്ല. ആന വളർന്നു വരുന്ന ആനകളെ നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ്. ഏതൊരാന വളർന്നു വരിക, ഓരോ കുട്ടിക്കാലം പോലെ ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ ആന എന്ന രീതിക്ക് ആവുന്നുള്ളത് നമുക്കറിയാം. രാമനിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ 18 വർഷക്കാലത്തിനിടയിൽ രാമന്റെ ഓർക്കാൻ പറ്റിയ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ രാമനെ കുറിച്ച് ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞു? രാമനെ പറ്റി ഓർക്കാൻ പറ്റുമോ വെച്ചാൽ, അവന് എന്തിപ്പോ അത് പേടിച്ച് കയ്യിൽ നിന്ന് ചാടിപ്പോവുകയാണെങ്കിലും നമ്മളെ ആന ഒന്നും ചെയ്യില്ല. ചാട്ടക്കാരനെ ഒന്നും ചെയ്യില്ല. വട്ടനെ കയറി പിടിക്കാൻ പോകും, ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു സംഭവം. അത് ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളോട് ആനയ്ക്ക്. അതേപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആന ഞാൻ പേരാമല സെന്ററിൽ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ, ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം ആന അറിയും. അത്രയും ബുദ്ധിയുള്ളൊരു ആനയാണ്. അത്രയും സെൻസ് ചെയ്യും. ആള് വന്നു ആനയ്ക്കറിയാം. ഈ പിന്നെ ഏതെങ്കിലും ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് ആന അല്ലെങ്കിൽ വേറെ എങ്കിലും വെച്ച് ആന കയ്യിൽ നിന്ന് തെറ്റി പിന്നെ നമ്മൾ വട്ടം കയറി നിന്ന് പിടിച്ചു നിർത്തുകയും ചെയ്ത ഒരു കഥ പറഞ്ഞു തരുമോ? അതായത് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഓടിപ്പോകുമ്പോൾ കയറി പിടിക്കും. അപ്പോൾ പലവരും പറഞ്ഞിട്ട്, ഞാൻ വട്ടണ കയറി കൊമ്പിനിടെ കയറി പെരുമുഖം വട്ടണ പിടിച്ച് പോകുമ്പോൾ ആന നേരത്തെ പോകുമ്പോൾ പറഞ്ഞിട്ട്, പാപ്പാനെ എടുത്തുകൊണ്ട് പോകണ്ടോട്ടോ ആന തീർന്നു എന്നൊക്കെ പറയാറുണ്ട്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്യാറില്ല ആന. അതോ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആനയോടുള്ള വിശ്വാസം, ആനയ്ക്ക് എന്നോടുള്ള വിശ്വാസം. ഈ 18 വർഷക്കാലം എന്ന് പറഞ്ഞാൽ വലിയ കാലാവധിയാണ്. വലിയൊരു കാലഘട്ടം. എന്തുകൊണ്ടാണ് രാമന് ഇറങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്? ഒന്നുമില്ലാതെ കമ്മിറ്റികൾ മാറുന്ന സമയത്ത് നമുക്ക് അത് ശരിയല്ലാവുന്ന നമ്മളെ മാറി പോരും. അങ്ങനെ വേറെ അവരായിട്ട് ആലോചിക്കവും ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം രാമനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രാമൻ പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇടയ്ക്ക് വെച്ച് വിലക്ക് വരുന്നു. പിന്നെയും തൃശ്ശൂർ പൂരത്തിന് രാമൻ്റെ ഒരു വരവുണ്ട്. എല്ലാവരും പറയും രാമൻ തൃശ്ശൂർ പൂരത്തിന് വരുന്ന പോലെ ചില സൂപ്പർ സ്റ്റാറുകൾ, സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വരുമ്പോഴും ഉപമിക്കുന്ന അതിനോടാണ്.
അപ്പം ഇതൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നൊരു സന്തോഷം. പിന്നെ സന്തോഷമല്ലേ, ഭഗവതിയുടെ മുതലല്ലേ ഇത്. ഒരു പ്രൈവറ്റ് ഒരു ഉടമസ്ഥൻ്റെ മറ്റുള്ള ഇതല്ല, ഇത് തെച്ചിക്കോട്ട് ഭഗവതിയുടെ സ്വയംഭൂവാ. തെച്ചിക്കോട്ട് ഭഗവതിയുടെ പോലെ. അപ്പോൾ ആ ആന വളർന്നു വരുന്ന നമുക്ക് അത് സന്തോഷമല്ലേ. അതെ, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പലരും ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. ആന നിന്നിട്ടുള്ള പാപ്പന്മാർ, അപ്പോൾ ഒന്നാമനായിട്ടും രണ്ടാമനായിട്ടും മൂന്നാമനായിട്ടും നിന്നവർ, ഇവർക്കൊക്കെ ഒരു വലിയ സ്റ്റാർ പരിവേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ സത്യത്തിൽ ഈ രാമനാക്കിയത് മണിച്ചേട്ടൻ അടക്കമുള്ള മണിച്ചേട്ടനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആള്. മണിച്ചേട്ടനാണ്. ഇവർക്കാർക്കും അറിയാത്ത രാമനുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രാമൻ്റെ രീതികൾ ഇതുവരെ പുറത്ത് പറയാത്ത അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അത് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യമല്ല. ഓരോ ആൾക്കാരും ഓരോ ആനക്കാർക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള രീതികളും ചട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, അത് നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമ്മൾ പോവും, അത് അവരുടേതായിട്ടുള്ള രീതിക്ക് പോവും. അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം വേറെ പൂരപ്പറമ്പ് വെച്ച് രാമൻ്റെ കൂടെ കൂട്ടാനയുടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും പൂരത്തിന്? ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ ആന നമ്മളെ തിരിച്ചറിയുമോ? ഒരാനയിൽ നിന്ന് നമ്മൾ പോന്നു കഴിഞ്ഞാൽ പിന്നെ ആനയോട് സംസാരിക്കാനോ പിടിക്കാനോ നമ്മൾ പോവില്ല. അത് ന്യായമുള്ളൊരു കാര്യമല്ല. അതിന്റെ വേറെ പാപ്പാൻ വന്നു, നമ്മൾ ഒഴിവായി പോന്നു, പിന്നെ അതിനെ അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. എന്നാലും ആനെ കാണുമ്പോൾ ആ പഴയ സ്നേഹത്തിൽ അത് ആനക്കറിയാം. ഇനി എത്ര കാലം കഴിഞ്ഞാലും രാമനെ നമ്മളറിയും. ഒരു വടിക്കുമ്പോൾ ഒരു വടിക്കാതെ അവനെ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത് ഞാൻ കയറി കൊണ്ടു നടന്നിട്ടുള്ള ആനകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. ജീവിതകാലത്തിന് നമ്മളെ മറക്കില്ല. അതാ ആനയായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഒരു ഗുണമാണ്. ഇതില് ഇപ്പം ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മംഗലാംകുന്ന് അയ്യപ്പൻ ചെറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ കുറച്ചു കാലം, ഒരു മാസം 2 മാസം കാലത്തോളം അയ്യപ്പനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അയ്യപ്പൻ്റെ ചട്ടക്കാരൻ അവരുമായിട്ട് എന്തോ പുറത്ത് പോയതിന് ശേഷം അയ്യപ്പന് വയ്യാതായതിനു ശേഷം ചേട്ടനാണ് ആനയെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവസാന ദിവസങ്ങളിൽ അന്ന് ചെറിയ കുഞ്ഞു സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ ചില വിമർശനങ്ങളൊക്കെ അവരുടെയൊക്കെ പൊങ്ങി വന്നത്. എന്തായിരുന്നു സംഭവം? അത് പലവർക്കും പലതും പറഞ്ഞുണ്ടാക്കാമല്ലോ. സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഫോറസ്റ്റുകാർക്കും അറിയാം, ഡോക്ടർമാർക്കും അറിയാം, അതിൻ്റെ ഉടമസ്ഥനും അറിയാം, ഒരുവിധം അവിടെയുള്ള ആനക്കാർക്കും അറിയാം. എന്താ വെച്ചാൽ ഈ ആന 1-2 വട്ടം വീണതിൻ്റെ ശേഷമാണ് ഞാൻ പോയി ആനയമ്മ ചാർജ് എടുക്കുന്നത്. ചാർജ് എടുക്കാതെ ഈ ആനയെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ പോണേ. എന്താ വെച്ചാൽ വേറെ ഒരാളില്ല, ഇത് ആനയെ പറ്റി അറിയാവുന്ന ഒരാളില്ല, അതിന് ചികിത്സ ചെയ്യണമല്ലോ. ആ ഫോറസ്റ്റുകാർ വന്നിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആന അങ്ങനെ നിൽക്കണ്ടോ, സിഗ്നൽ നോക്കില്ല എന്നുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടമസ്ഥന്മാർ എന്നെ വിളിച്ചു, ആന മതപ്പാടിൻ്റെ സമയമാണോ, കയറി ചെല്ലാൻ ആർക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെ ചികിത്സ ചെയ്യുക മതപ്പാട് സമയത്ത്? അപ്പം ആനയോട് ഇങ്ങനെ അടഞ്ഞു കൂടി ആനയുടെ സുഖമില്ലായി വന്നപ്പോൾ മതപ്പാട് ഒലിവ് ആനയുടെ നിന്നുപോയി. പിന്നെ ആന അനുസരിച്ച് കിടന്നു. ആന 1-2 വട്ടം വീട് കിടന്നു. അങ്ങനെ ചികിത്സ വീണ്ടും തുടങ്ങുക ചെയ്തേ. ഡോക്ടർമാർ വന്ന് നോക്കി പോകാനല്ലേ പറ്റൂ. മതപ്പാട് കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ആരേക്ക്? അത് ചട്ടക്കാരൻ ഉണ്ടെങ്കിലും പറ്റില്ല. അപ്പോഴാണ് ചട്ടക്കാരില്ലാത്തൊരാന. നമ്മളെ സഹായിക്കാൻ ചെന്നിട്ടുള്ള അത് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് അറിയില്ലല്ലോ. അല്ല, മാത്രമല്ല ഞാൻ ആ സമയത്ത് ഇപ്പൊ ചെയ്യുന്ന സമയത്ത് ഞാൻ മംഗലാംകുന്നിലുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് സ്വന്തം മുതൽ ആരെങ്കിലും നശിപ്പിച്ച് കളയാൻ കൂട്ടു നിൽക്കുമോ? ഒരു ഉടമസ്ഥന്മാരും കളയില്ല. ഇപ്പൊ പലരും ആ നാട്ടിൽ പലരും അന്ന് ഞങ്ങളുടെയൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്ന് ഈ നാട്ട് ഇവരിതിനെ നശിപ്പിച്ച് കളഞ്ഞതാണ് എന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പറഞ്ഞത്. ഇത് ചോദിച്ചപ്പോഴാണ് കുറെ പേര് ചോദിച്ചത്, ഇത്രയും ലക്ഷം രൂപ മുതൽ വില വരുന്ന ഇത്രയും പേരുള്ള ഓരോ സീസണിലും ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മുതലിനെ നശിപ്പിച്ച് കളയാൻ ആരെങ്കിലും കൂട്ടു നിൽക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് ഒരു ഉടമസ്ഥനും ഒരാനയെ നശിപ്പിക്കാൻ ചെയ്യില്ലല്ലോ. ഇത്രയും കോടികൾ വില മതിച്ചിട്ടുള്ളൊരു ആന, ഇനി ഇതേപോലെ ഒരു ആന ഉണ്ടാവില്ല. അയ്യപ്പനെ പോലെ ആന ഒന്നാമത് വരവില്ല. ബീഹാറും നമ്മുടെ ആന പിടുത്തമില്ല, ആന ലേലം ചെയ്യണില്ല. നഷ്ടപ്പെട്ടു പോയില്ലേ. ഏതൊരു ഉടമസ്ഥനെ അതിനെ നശിപ്പിക്കാൻ നോക്കില്ല. അതൊക്കെ ഈ വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാ. അയ്യപ്പൻ ചരിച്ചപ്പം പോയി കാണണം തോന്നിയില്ല? എനിക്ക് കാണാൻ തോന്നിയില്ല. പിന്നെ അതിന് പോരാ കാരണം വെച്ചാൽ പിന്നെ പഴയ അതിന്റെ ആനക്കാരൻ വന്ന് അവിടെ നോട്ടം തുടങ്ങി. പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാനിവിടെ പോന്നു. പിന്നെ അവനെ പറ്റിയിട്ടും പലവരും, ശശിയെ പറ്റിയിട്ടും പല ആനക്കാരും പലതും പറയുന്നുണ്ട്, നമ്മളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അത് സ്വാഭാവിക ഈ ആനപ്രേമികളെ
അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാ പ്രേമികളും പറയില്ല. ഇത് ആനപ്രേമിന് ദ്രോഹികളുണ്ട്, പ്രേമികളുണ്ട്. കഥ അറിയാതെ ചുമ്മാ ചുമ്മാ കൂടെ അലക്കുന്ന ടീമുകളും കുറെ ഉണ്ട്. എപ്പോഴും ഫാൻസാറില്ല. ആനക്ക് ഫാൻസ് ഉണ്ട്, ആനപ്പാപ്പാമാർക്ക് ഫാൻസ് ഉണ്ട്. ഇവര് തമ്മിൽ കൂട്ടി അടിച്ചിട്ടുള്ള കളികളാണ്. മണിച്ചേട്ടന് ഫാൻസ് അസോസിയേഷൻ ഒന്നുമില്ലേ? നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ തൊഴില് പരമായി നമ്മള് കൊണ്ടു നടക്കണം. നമ്മള് ഒരു ദിവസം ഒരു ആനയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ രീതിക്ക് നമ്മള് കൊണ്ടു നടക്കണല്ലോ. മുതലിന് കേടുപാടില്ലാണ്ട് കൊണ്ടു നടക്കുക. ഇതിപ്പോ ഞാനിവിടെ വന്നപ്പോഴേ എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു വലിയ ആനപ്രേമിയോ ആനയെ കുറിച്ച് വലിയ അറിവുള്ള ആളോ ഒന്നും അല്ല. നമുക്ക് ഈ മുതലേ ഇഷ്ടമാണ്, അവിടെ കണ്ട നമ്മൾ നോക്കി നിൽക്കും, ചില പേരുകളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴേ മണിച്ചേട്ടനോട് ചോദിച്ചത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആനയുണ്ടെന്ന് പറയുന്നത് കെ വി ഗണേഷ് കുമാറിനാണ്, ഞങ്ങളുടെ MLA ക്കാണ്, മന്ത്രിക്കാണ്, ഞങ്ങളുടെ MLA ആണ്, പത്തനാപുരത്തിൻ്റെ MLA ആണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആന, പിന്നെ ഞങ്ങൾക്ക് അവിടെ വിജയനുണ്ട്, താമരക്കുടി വിജയൻ, അങ്ങനെ കുറച്ച് ആനകൾ. പിന്നെ കൊട്ടാരക്കരയിൽ അമ്പലത്തിൽ പണ്ട് ആന ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ചെറിയ ആനകളാണ് ഞങ്ങളുടെ നാട്ടിൽ. ഇതൊക്കെ എപ്പോഴും വലിയ നീരിലാണെങ്കിലും എന്തായാലും മുതലാളിമാരുടെ വീട്ടിലേ നിൽക്കത്തുള്ളൂ, മുതലാളിമാരുടെ കയ്യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്താണ് കെട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോകൾ വലിയ പേരുള്ള ആനകളെല്ലാം അവരുടെ തറയിൽ തന്നെയാണ് കൊണ്ട് കെട്ടുന്നത്. അപ്പോൾ ഇത്രയും വിശ്വസിച്ച മുതലിനെ രണ്ട് മാസം എന്തായാലും ഇവിടെ നിൽക്കത്തില്ല ഇത്. നിൽക്കും. അതെന്താ വെച്ചാൽ ഉടമസ്ഥന്മാരെ ഒരു ആനക്കാരനോട് ഈ ആനയെ നോക്കുന്ന വെച്ചിട്ടാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. ഗണേഷ് കുമാർ സാറിന്റെ ആന ഇവിടെ മരുമകനായിരുന്നു. ആന ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആനയ്ക്ക് വേനൽക്കാലത്തായിരുന്നു നീര് വിശ്വനാഥൻ. അതിന് 2 വർഷം ചികിത്സ ചെയ്തിട്ട് ഇവിടെ വർഷക്കാലത്ത് ഒരിച്ചുകൊണ്ടിരുന്ന ആനയ്ക്ക് ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. 2-3 വർഷം ഇവിടെ തന്നെയായിരുന്നു ആന കെട്ടിയിട്ടുണ്ടാ. സാറ് ഗണേഷ് കുമാർ സാറ് ഇടയ്ക്ക് വരും, ആനയെ കാണും. അതായത് വൈഫും എല്ലാവരും വന്നിട്ടുണ്ടായി ഇവിടെ. അന്ന് ആനയെ കാണും, പോകും. അവർക്കറിയാം നമ്മളെ ആനയെ നോക്കുന്നുള്ളത് അറിയാം. ആ ഭാഗം ചിന്തിക്കണം. ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ചിന്തിക്കണ്ട. അതാ ഉടമസ്ഥന്മാരെ കണക്കൂടില്ല. അതേപോലെ നമ്മൾ നോക്കും. അതെ, എന്തെങ്കിലും അതിന്റെ ചെലവിനുള്ള തന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊള്ളുന്നത്. അത്രയും വിശ്വാസത്തോടെ മുതലാളിമാര് ഏൽപ്പിക്കുന്ന മുതലിനെയാണ് ഇവര് ചിലർ പറയുന്നത് നമ്മളായിട്ട് നശിപ്പിച്ച് കളഞ്ഞു, നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പലവർക്കും പലതും പറയാലോ. അപ്പൊ ചേട്ടൻ കയറിയിട്ടുള്ള ആനകളിൽ ഏറ്റവും ചേട്ടൻ അങ്ങനെ ഒന്നും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പറഞ്ഞില്ലെങ്കിൽ പോലും പറയുമെന്ന് വിചാരിക്കുന്നു, ഏറ്റവും മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആന ഏതാ? ആന പറഞ്ഞപ്പോ എല്ലാ ആനകളോടും ഇഷ്ടം. നമുക്ക് ഒരാനെ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാം മൃഗമല്ലേ. ഒരാനയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാ ആന തന്നെയാണ്. എല്ലാത്തിനും നമ്മൾ ഒരുപോലെ കാണണം. അങ്ങനെ ഓരോ ആനകളെ വ്യക്തിപരമായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. അങ്ങനെ പറയാനും പറ്റില്ല. രാമനായാലും അയ്യപ്പനായാലും പാർത്ഥനായാലും ഇത് ഏതാന ആയിക്കോട്ടെ, നമ്മൾ ഓരോ ആനയെ തള്ളി പറയാൻ പാടില്ല. എല്ലാം ജീവനുള്ള മൃഗങ്ങളല്ല. ഐറ്റങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഐറ്റങ്ങൾ നമ്മൾ അവരുടെ അതിന്മേൽ പണിയെടുത്തിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. പിന്നെ അതിനെ തള്ളി പറയുന്നത് ശരിയല്ല. എല്ലാ ആനയും ഒരുപോലെ കാണണം. നമ്മള് ശരിക്കുള്ള ആനപ്രേമികളും അങ്ങനെ തന്നെ ആവേണ്ടത്. അല്ലാതെ ഓരോ ആളുടെ പാൻസ് കൊണ്ട് നടക്കരുത്. എല്ലാ ആനയും ഒരേപോലെ കാണണം. അതാണ് പാൻസ്. ഒരാനയുടെ മാത്രം ഫാൻസ് ആയാൽ പറ്റില്ല. അത് ശരിയല്ല. അപ്പൊ അത് ആനയോടുള്ള സ്നേഹം കൊണ്ടല്ല. മനസ്സിലായി. എല്ലാ ആനയും ഒരുപോലെ കാണണം. അവനാ യഥാർത്ഥ ആനപ്രേമി. അതേപോലെ ആനകൾക്ക് തിന്നാൻ കൊടുക്കാനും പിടിക്കാനും വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവരൊക്കെ ശരിക്കുള്ള ആനപ്രേമികള്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോന്ന് പറഞ്ഞ് ദ്രോഹിക്കുന്ന കുറെ ടീമുകളുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പൂരങ്ങൾ കൂടുതൽ, ഇപ്പൊ ആനകളുടെ എണ്ണം പുറത്ത് വരുന്നില്ല. അപ്പം ഉള്ള പൂരങ്ങളുടെ എണ്ണം കുറയുന്നൊന്നുമില്ല, പൂരങ്ങൾ കൂടി വന്നു. കൊച്ചു പൂരങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും ആന വേണം. അപ്പോൾ ഈ ഉള്ള ആനകൾ വേണം ഇതുപോലെ ഓടി പോകാൻ. അപ്പോൾ ഞാൻ ഒരിക്കൽ നമ്മുടെ ചാമിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ചാമിച്ചേട്ടൻ പറഞ്ഞു, എന്ന് ഈ ലോറിയിൽ കയറ്റി ഇതിനെ കൊണ്ടുപോകാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇതിൻ്റെയൊക്കെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞു. പണ്ടൊക്കെ വഴിയടിച്ച് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ ലോറിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട്? ലോറിയിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇപ്പോൾ ലോറി കൊണ്ടുപോകാൻ നടക്കില്ല. എന്താ വെച്ചാൽ പഴയ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി വളരെ കുറവായിരിക്കും അല്ലേ. സൈക്കിള് പോലും കുറവുള്ള കാലമാണ്. ആ VIP ഉള്ള വീട്ടിൽ മാത്രമേ ഈ സൈക്കിളും കാറും മോട്ടോർ ബൈക്കും ഇതൊക്കെ ഉണ്ടാവുക. ഇന്ന് അങ്ങനല്ല. ഒരു വീട്ടിൽ 4 മക്കളെ വെച്ചാൽ 4 മക്കൾ 2 വണ്ടി 3 വണ്ടികളൊക്കെയാ.
ഇതൊക്കെ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ ആനകളെ വഴിയടിച്ച് പോയി അടിച്ചു പോവും. റോട്ടിൽ കൂടെ പഴയ കാലഘട്ടം പോലെ വഴിയടിച്ച് പോയി കഴിഞ്ഞാൽ ആന അടിച്ചു പോവും. ഒരുപാട് ആനകളെ വണ്ടി അടിച്ചു പോയിട്ടില്ലേ? രാത്രിയല്ല പകലെല്ലാം വണ്ടി അടിക്കുന്നുണ്ട് ആനകളെ. ഒന്നാമത് വഴിയടിച്ച് പോകുമ്പോൾ ഈ ആനകളെ പെട്ടെന്ന് വണ്ടി അടുത്തെത്തിയതിന് ശേഷം പെട്ടെന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടില്ലേ, പേടിച്ചും കൂടി പോകും. ഡ്രൈവർ പേടിച്ചു പോകും ആന. അതെ അതെ അതെ, റിഫ്ലക്ടർ ഒന്നും ഒരു കാര്യമില്ല. രാത്രിയൊന്നും ശരിക്കും ആനകളെ വഴിയടിക്കരുത്. പകലെന്നെ ശ്രദ്ധിച്ച് വേണം വഴിയടിക്കണമെങ്കിൽ. വഴിയടിക്കുക എന്താ വെച്ചാൽ ആനയ്ക്ക് കയ്യും കാലിനും എല്ലാ ഈ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വഴിയടിക്കാം. അത് നമ്മളെ ഊട് വഴി കൂടെ ഒക്കെ വഴിയടിക്കാം. അല്ലാണ്ട് ഇതേപോലെ ബൈപ്പാസിലൂടെ ഒക്കെ വഴിയടിച്ച് കഴിഞ്ഞാൽ അടിച്ചു പോകും. ഈ പണ്ടൊക്കെ നമ്മളെങ്ങനെ ശ്രദ്ധിച്ചടിച്ചാൽ വരുന്നവൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അറിയത്തില്ല. അത് ശരിയാ, അവന്റെ കയ്യിലാണല്ലോ ഇതിന്റെ ബ്രേക്കിംഗ്. നമ്മളെ ആന മാത്രമല്ല. ഈ പണ്ടൊക്കെ ഈ കൂട്ടമായിട്ടായിരുന്നല്ലോ വഴിയടിച്ചു പോകുന്നത്. 3-4 ആനകൾ, അതിന്റെ ചട്ടക്കാര്, അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സൗഹൃദം, ആനകൾക്ക് ഉണ്ടാകുന്ന ഒരു ഉന്മേഷവും ഊർജ്ജമൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർ പറയും ഇത്രയും ദൂരം ആനയായിട്ട് നടത്തിച്ച് ആനയ്ക്ക് ഒരു ദിവസം 50 കിലോമീറ്റർ നടക്കണം എന്നുള്ളത്. കാട്ടാനകളൊക്കെ കിലോമീറ്ററുകളോളം നടക്കുന്ന ആനകളാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു സൗഹൃദമൊക്കെ ഇന്ന് പൂരപ്പറമ്പിൽ ചട്ടക്കാരൊക്കെ തമ്മിലുണ്ടോ? ഈ പുതിയ ന്യൂ ജനറേഷൻ ഫാൻസ് അസോസിയേഷൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പഴയ പോലെ ഇല്ല. പഴയ കാലത്ത് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് ആനയെ കൊണ്ട് നിർത്തും. ഉച്ച സമയത്ത് വഴിയടിച്ച് കാലത്ത് ആന വഴിയടിച്ച് പോകുന്ന സമയത്ത് ഒരു 11-12 മണിയാകുമ്പോൾ ഒരിടത്ത് നിർത്തി ആനയെ നിർത്തി നമ്മൾ ഭക്ഷണം കഴിച്ച് ആനയ്ക്ക് ഉച്ചത്തീറ്റ ഇതാക്കി അവിടെ നിർത്തി കഴുകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വെള്ള സൗകര്യം ഇതെല്ലാം നോക്കിയിട്ട് അവിടെ കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞപ്പോൾ ഉച്ചശേഷം ഒരു 3 മണി 3:30 ആകുമ്പോൾ വീണ്ടും വഴിയടിക്കും. അതിന് 8 മണി 9 മണി വരെ ഒക്കെ വഴിയടിക്കും. 30-35 കിലോമീറ്റർ 40 കിലോമീറ്റർ ഒക്കെ വഴിയടിക്കും. ആനയ്ക്കും ആരോഗ്യമുണ്ട്, അതെ അതെ, ചട്ടക്കാരനും ആരോഗ്യമുണ്ട്. ഇന്ന് വണ്ടി കയറ്റാൻ നിവൃത്തിയില്ലേ. ഇന്ന് ആന മേടിക്കുന്നതിന് മുമ്പ് വണ്ടി മേടിച്ചിരുന്ന ആളുകളൊക്കെ ആന മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വണ്ടി മേടിച്ചിട്ടുള്ള ആളുകളെ അറിയാൻ പറ്റും ഞങ്ങളുടെയൊക്കെ നാട്ടില്. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ ഈ തെക്കോട്ടൊക്കെ ഈ എറണാകുളത്തിനപ്പുറത്തേക്കൊക്കെ ആനയായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ നായരമ്പലത്ത് ഒരുപാട് കാലം പണിതിട്ടുള്ളതാണ്. അല്ല, ഈ സ്ഥലം മാറുമ്പോൾ, അതായത് തെക്കൻ ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കാടൊക്കെ വരുമ്പോൾ ഒരു സംസ്കാരത്തിന്റെ കൾച്ചറിന്റെ മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പൊ ഗണേശന്റെ കാര്യം പറഞ്ഞു, ഗണേശന്റെ ആനെ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അപ്പം ഈ മുതലാളിമാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും രീതികളിൽ ഇപ്പം ഗണേശന്റെ കാര്യം അല്ല ഞാൻ ചോദിക്കുന്നത്, മൊത്തത്തിൽ ആനയെ നോക്കുന്ന രീതി, കാര്യങ്ങൾ ഒക്കെ വ്യത്യാസമുണ്ടോ, തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അത് വ്യത്യാസമുണ്ടോ? അതിനനുസരിച്ച് നമ്മുടെ തൊഴിലല്ലേ. ഞാൻ ചോദിക്കുന്നത് മുതലാളിമാരുടെ തൊഴിലാളികളോടുള്ള അല്ലെങ്കിൽ ആനക്കാരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഞാൻ ചോദിക്കുന്നത്. ആനയെ മൊത്തത്തിൽ നോക്കിക്കാണുന്ന ഒരു രീതി. ചിലർ ആന ഒരു അഭിമാനത്തിന്റെ ഭാഗമായി പോറ്റുന്നവരുണ്ട്, ചിലർ പൈസയ്ക്ക് വേണ്ടി പോറ്റുന്നവരുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് വ്യക്തികൾക്ക് അങ്ങനെ ഉണ്ടാവാം. എല്ലാവരും ഇപ്പൊ തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. പൈസാതുമായിട്ട് പോയിച്ച് നടക്കുന്ന ടീമുകളും ഉണ്ട്, എല്ലാത്ത ഉടമസ്ഥരും ആനയെ സ്നേഹിക്കുന്ന ടീമുകളും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 2 മാസം ഈ ആനക്കാരിലും അതേപോലെ തന്നെയുണ്ട്. ആനകളെ സ്നേഹിക്കണമുണ്ട്, ഇത് മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന ടീമുകളും ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്തൊക്കെ കുറെ വലിയ പ്രായമില്ലാത്ത ആനകൾ, പെട്ടെന്ന് ഇച്ചിരി പ്രശ്നക്കാരായിട്ടൊക്കെ നിന്ന ആനകൾ ചരിഞ്ഞു പോയി. അതിന്റെ പാപ്പന്മാർക്ക്, ചെറുപ്പക്കാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. അപ്പൊ ഒരു പ്രശ്നക്കാരനാണ് കഴിഞ്ഞാൽ ആനയെ അങ്ങ് കൈകാര്യം ചെയ്തങ്ങ് തീർത്തേക്കാം എന്നൊരു ചിന്ത ഇന്നത്തെ പിള്ളേർക്കുണ്ടോ എന്നൊരു സംശയം വന്നിട്ടുണ്ട്. ആനയെ അങ്ങനെ അങ്ങ് കൈകാര്യം ചെയ്ത് മാത്രം മെരുക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. അല്ല, ക്രൂരമായിട്ട് മർദ്ദിച്ച് ആനയെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു മൃഗമല്ല അത്. കുറേയൊക്കെ നമ്മളെ കുട്ടികളെ എന്താ നമ്മള് ചെയ്യാ, ഒരു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കില്ലേ എന്ന പോലെ കുറെ പടം കൊടുക്കാന്ന് മാത്രം, അല്ലാണ്ട് കൂടുതൽ ആന ദ്രോഹിക്കരുത്. എങ്ങനെ ഇതിനൊന്നും മെരുക്കുന്ന ഒരു ടെക്നിക്ക് എങ്ങനെയാ? അത് നമ്മള് കുറച്ചു കാലം നിന്ന് കഴിഞ്ഞാൽ ആന ശരിയാവും.